ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. കൂട്ടുകറിക്ക് വേണ്ടി ഞാൻ ഒരു പിടി ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. 1 നുള്ളു ഉപ്പും ചേർത്താണ് ഉഴുന്ന് അരച്ചെടുത്തത്. ഇനി ചെറിയ വടകളായിട്ട് ചുട്ടെടുക്കാം. വടയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന എണ്ണയിൽ 1 കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക്, 2 ഉരുളക്കിഴങ്ങ്, 1 സവാള, 10 ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തത് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ഞാൻ 1 കപ്പ് പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ 2ാം പാലാണ് 1 കപ്പ് ഇതിലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 കപ്പ് 1ാം പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കറിയെല്ലാം ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുകും 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുകെല്ലാം നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കറിയിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടെ കട്ട് ചെയ്തതും കൂടെ ഇതിനകത്ത് ഇട്ട് അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല മണമുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൂരിയിലെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കൂട്ടുകറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.